സഖാവ് പുഷ്പന് അന്ത്യാഞ്ജലി അർപ്പിച്ച് പാർട്ടി പ്രവർത്തകർ. തലശ്ശേരി ടൗൺ ഹാളിലെ പൊതുദർശനം തുടരുകയാണ്. ഇനി ചൊക്ലിയിലും പൊതുദർശനമുണ്ടാകും. വൈകിട്ട് 5 മണിയോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ത്യാഗജീവിതമാണ്, അസാമാന്യമായിട്ട് ത്യാഗജീവിതമാണ്. ലോകത്തിൽ തന്നെ ഇത് അപൂർവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തിൽ ഇത്തരം സംഭവങ്ങൾ കേട്ടതായിട്ട് തന്നെ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ജീവിച്ച ഒരു ഉത്തമനായ DYFI കമ്മ്യൂണിസ്റ്റ് സഖാവാണ് സഖാവ് പുഷ്പൻ. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായ പുഷ്പൻ ഇപ്പോൾ പൂർണ്ണമായി രക്തസാക്ഷിയായി മാറി. പുഷ്പന് വിട നൽകാൻ ഒത്തുചേർന്ന യുവജനങ്ങളും ജനങ്ങളും ഏറ്റുവിളിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഇല്ല, പുഷ്പൻ മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. പുഷ്പൻ എന്നും എന്നെപ്പോലുള്ള പുതുതലമുറയിൽപ്പെട്ട പൊതുപ്രവർത്തകർക്ക് വളരെ ആവേശമാണ്. പുഷ്പനുമായി ഏതാണ്ട് 3 പതിറ്റാണ്ടോളം ഹൃദയബന്ധം സൂക്ഷിക്കാൻ സാധിച്ചൊരു പൊതുപ്രവർത്തകനാണ്. അതെൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൊരു ഭാഗ്യവും അനുഗ്രഹവുമായി കാണുന്ന ഒരാളാണ് ഞാൻ. പുഷ്പൻ പല ഘട്ടങ്ങളിലും അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴെല്ലാം ഒരിക്കലും അദ്ദേഹത്തെ നിരാശ ബാധിച്ചിരുന്നില്ല. പുഷ്പന് സുഷുമ്നാകാന്ഡത്തിൽ വെടികൊണ്ട് ഈ 30 കൊല്ലം അദ്ദേഹം ഒരു സമരത്തിൻ്റെ പ്രതീകമായി, അടയാളമായി ജീവിക്കുകയായിരുന്നു. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു യുവജന പോരാട്ടം അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ല. ആ സമരത്തിൻ്റെ ഒരു അടയാളമായിരുന്നു പുഷ്പൻ. മരിച്ചിട്ടും മരിക്കാത്തതുപോലെയാണ് ഇപ്പോഴും തോന്നുന്നത്. 30 കൊല്ലമായി പുഷ്പൻ ആസ്പത്രി കിടക്കയിലും വീട്ടിലുമാണ്. 30 വർഷമായിട്ട് ആ പുഷ്പൻ്റെ ആ കിടപ്പ് ഈ 30 കൊല്ലക്കാലമായിട്ട് നെഞ്ചിൽ നെരിപ്പോട് പുകയുന്നത് പോലെ എൻ്റെ ഹൃദയത്തിലും പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സജോ ദേവസ്യ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, ഇപ്പോഴും തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം തുടരുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, തലശ്ശേരി ടൗൺ ഹാളിലെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. വലിയ തോതിൽ ജനസഞ്ചയം തന്നെ ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചും പൊതുവിൽ ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശവും വികാരവുമാണ് പുഷ്പൻ എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ, വിട നൽകാൻ, അന്ത്യാഭിവാദനം അർപ്പിക്കാനൊക്കെയായി വലിയ തോതിൽ പാർട്ടി അനുഭാവികൾ, അണികൾ ഒക്കെ തലശ്ശേരി ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. നിശ്ചയിച്ച സമയത്തിലും കൂടുതൽ സമയം എടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 12 മണിയാണ് നിശ്ചയിച്ചിരുന്നത്. 1:30ക്ക് മുന്നോടിയായി പൊതുദർശനം ഇവിടെ അവസാനിപ്പിച്ച് ചൊക്ലിയിലേക്ക് നീങ്ങും. അതിനിടയിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപമുണ്ട്. പുഷ്പൻ അടക്കം വെടിയേറ്റ് വീണ കൂത്തുപറമ്പ് നഗരമുണ്ട്. അവിടെ രക്തസാക്ഷി മണ്ഡപത്തിനടുത്തുകൂടിയും ലാഭയാത്ര കടന്നു പോകുന്നുണ്ട്. അവിടെയും അല്പസമയം അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിക്കുന്നത്. അതിനുശേഷം ചൊക്ലി രാമവിലാസം സ്കൂളിലേക്ക് പോകും. അവിടെയും നേതാക്കളും പ്രവർത്തകരും അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പുഷ്പന്റെ വീടുള്ള ചൊക്ലി മേനപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അവിടെ വീട്ടിലും തുടർന്ന് തൊട്ടടുത്ത ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിലും പൊതുദർശനമുണ്ട്. അതിനുശേഷമാണ് ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിനോട് ചേർന്ന് പാർട്ടി വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. പാർട്ടിയെ സംബന്ധിച്ച് സംസ്ഥാനത്താകെ, രാജ്യത്താകെ CPIM പ്രവർത്തകരുടെ, അണികളുടെ, DYFI പ്രവർത്തകരുടെ ഒക്കെ വികാരമാണ്. 30 വർഷം പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ്, ആവേശമാണ് പുഷ്പൻ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. CPIMനെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു സഹന പ്രതീകം എന്ന നിലയ്ക്ക്, പാർട്ടിക്കൂറിന്റെ പ്രതീകം എന്ന നിലയ്ക്ക്, പോരാട്ടത്തിന്റെ പ്രതീകം എന്ന നിലയ്ക്ക് പുതുക്കുടി പുഷ്പൻ ഓർമ്മിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ നിലയിലുള്ള ആവേശവും വികാരവും ഒക്കെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ ഒരു വൈകാരികമായി വിട നൽകലാണ് പ്രവർത്തകർ പുഷ്പന് നൽകുന്നത്. സജോ ദേവസ്യാണ് തലശ്ശേരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.